നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 97. പിറ്റേ ദിവസം ജയ് സൂപ്പർ മാർക്കറ്റിലേക്കിറങ്ങി. ആ സമയം ജയ്യെ തേടി ഒരു ഫോൺ കോൾ. ഹലോ ഹലോ എന്താ ഇത് രാവിലെ തന്നെ? ഫോൺ എടുത്തയുടൻ ജയ് ചോദിച്ചു. ഞാനേ അമ്പലത്തിലേക്ക് ഇറങ്ങിയതാ. ഓ, അതിന് ഞാനെന്താ അമ്പലത്തിലേക്ക് വരണോ? അയ്യോ, അമ്പലത്തിലേക്കൊന്നും വരണ്ട. ഞാനിവിടെ താൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ആ ജംഗ്ഷനിലുണ്ട്. തന്നെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഓ അങ്ങനെ, താൻ ഇറങ്ങിയില്ലേ? ആ, ഞാൻ ഇറങ്ങാണ്. എന്നാൽ ശരി, ഞാനിവിടെ ഉണ്ട്, വെയിറ്റ് ചെയ്യണം. ഇപ്പം എത്തുമല്ലോ അല്ലേ? തൻ്റെ വീട് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണോ? ഇല്ല, കുറച്ചേ ഉള്ളൂ, ഞാൻ എത്താം, ഒരു 10 മിനിറ്റ്. ആ, ഓക്കെ. ഇതും പറഞ്ഞു മീനു കോൾ കട്ട് ചെയ്തു. ജയ് 10 മിനിറ്റിനകം മീനു പറഞ്ഞ സ്ഥലത്തെത്തി. ആ, ഇത്ര പെട്ടെന്ന് എത്തിയോ? അപ്പോൾ തൻ്റെ വീട് ഇവിടെ അടുത്താ? ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് എന്ന്. ഓ, 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന്? ആ, അത്രയേ ഉള്ളൂ, വണ്ടിയിലാണെങ്കിൽ. എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? മീനു ജിയോട് ചോദിച്ചു. വീട്ടിലേക്ക് വേണ്ട. അതെന്താ? ഇത്രയും അടുത്തുള്ള വീടായിട്ട് പോലും എന്നെയൊന്നും ക്ഷണിക്കുന്നില്ല? അങ്ങനെ ക്ഷണിക്കാൻ മാത്രമുള്ള വീടൊന്നും ഇല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? ആ, അതങ്ങനെയാ, അത് വിട്, വേറെ എന്തെങ്കിലും നമുക്ക് പറയാം. ആ, വീടില്ലെന്നാണോ? വീടില്ലെന്നല്ല. അല്ല, എന്താ ഇപ്പോൾ രാവിലെ ഇവിടെ വന്നൊരു കാത്തുനിൽപ്പ്? എന്താ കാര്യം? അത് ഇന്നലെ രാത്രി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പം ഞാൻ കരുതി നേരിട്ട് സംസാരിക്കാം, അത്രയേ ഉള്ളൂ. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു എന്തു പറ്റിയെന്ന് രാവിലെ തന്നെ. ആ, പിന്നെ തനിക്കെന്താ പറയാനുള്ളത്? പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എന്നാൽ പറഞ്ഞോ, പക്ഷെ ഒരുപാടൊന്നും കേൾക്കാനുള്ള സമയമില്ല എന്ന് മാത്രം. അതെന്താ? എനിക്ക് ജോലിക്ക് പോകണേ, സമയത്ത് ജോലിക്ക് കയറണം, അതുകൊണ്ട്. ഓ, അതാണോ വലിയ കാര്യം? അത് വലിയ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്നോ? എനിക്ക് പിന്നെ ജോലി വേണ്ടേ? ജയ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, താൻ എന്തിനാ ഈ ജോലി ചെയ്യുന്നേ? തനിക്ക് നല്ലൊരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? താൻ പഠിച്ചിട്ടുന്നില്ലേ? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നില്ലേ? ആ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഈ നാട്ടിൽ ജോലിയുണ്ടോ? ജയ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെയും ചോദിച്ചത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ നാട്ടിൽ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പഠിച്ച ജോലിയൊക്കെ അന്വേഷിച്ചാൽ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ പേരിലൊക്കെ ജോലി അന്വേഷിച്ചാൽ ഒരു 10,000 രൂപ സാലറിയൊക്കെ കിട്ടുള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാതെ എവിടെയും ജോലിക്ക് കയറാനും പറ്റില്ല. ഈ സെയിൽസിൽ കിട്ടുന്ന ഒരു സാലറിയൊന്നും ഈ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയും കൊടുക്കുന്നില്ല. ഞാനൊക്കെ ഒരുപാട് ട്രൈ ചെയ്തതാണ്. PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ഫോൾട്ടുണ്ട്. എങ്കിലും അതൊന്നും വലിയ കാര്യമില്ല. പേരിന് പറയാൻ ഒരു സർട്ടിഫിക്കറ്റും ഒരു ക്വാളിഫിക്കേഷനും ആയി എന്നല്ലാതെ അതൊന്നും നല്ലൊരു സാലറിയുള്ള ജോലിയിലേക്ക് നമ്മുടെ നാട്ടിലെത്തുന്നില്ല. പഠിച്ചിട്ട് ഒന്നും ആവാതെ ജീവിക്കുന്ന എത്രയോ പേര് നമുക്ക് ചുറ്റുമുണ്ട്. പിന്നെ ഒന്നെങ്കിൽ വായിൽ തന്നെപ്പോലെ സ്വർണ്ണക്കനിയായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ വല്ല രാഷ്ട്രീയക്കാരുടെയും പിൻബലം വേണം, ഇതും അല്ലെങ്കിൽ ഭാഗ്യം തുണക്കണം. എൻ്റെ കാര്യത്തിൽ ഇത് മൂന്നുമില്ല. ജനിച്ചത് സ്വർണ്ണക്കനിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തരക്കേടില്ല, സ്വർണ്ണമെന്നോ അല്ലെങ്കിലും വെള്ളിയാണെന്നെങ്കിലും പറയാം.
പിന്നെ ഭാഗ്യം അത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ എവിടെ എന്ന് പോലും കണ്ടിട്ടില്ല. പിന്നെ രാഷ്ട്രീയക്കാരുടെ പിൻബലം, ആ അത് പിന്നെ പറയണ്ടേ വേണ്ട. നമുക്ക് പാവപ്പെട്ടവരെ അല്ലാതെ ഈ രാഷ്ട്രീയക്കാരെ പരിചയമില്ല. അതുകൊണ്ട് പിന്നെ ആ ഭാഗം ചിന്തിക്കണ്ടേ വേണ്ട. അപ്പം പിന്നെ നമ്മൾക്ക് ഈ സെയിൽസൊക്കെ ആയിട്ട് പോകാമെന്നല്ലാതെ ഈ നാട്ടിലെ വേറെ ജോലിയൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് നിയമം വന്നാലും ഇനി എന്ത് തന്നെ വന്നാലും അത് സാധാരണക്കാർക്കിട്ടുള്ള വാറ്റത്തടിയാണ്. അത്രയേ ഉള്ളൂ. അവർ എപ്പോഴും ആ സാധാരണ നിലയിൽ തന്നെ പോകും. അവർക്ക് ഒരാനുകൂല്യമോ ഒരവകാശമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പേരിന് പറയുമ്പോൾ എല്ലാം ഉണ്ട് എന്ന് മാത്രം. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്. മീനു ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, ഇത് ശരിയാണോ എന്ന് തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. തനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. താൻ ഈ ലോകത്ത് എല്ലാം കിട്ടി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം പിന്നെ തനിക്കെങ്ങനെ അറിയാം അല്ലേ? പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടി തെണ്ടുന്ന ചെറുപ്പക്കാരുടെ സങ്കടം തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഈ ജോലി ചെയ്യാനാണോ എന്ന് ചിന്തിച്ച് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരാവശ്യമില്ലാത്ത ജോലി തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ അവസ്ഥയുണ്ടല്ലോ, അതൊന്നും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. താൻ കരുതിയതുപോലെ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ജീവിതത്തിൽ കിട്ടിയിട്ടല്ലേ താൻ വളർന്നിട്ടുള്ളൂ. അപ്പം പിന്നെ തനിക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജയ് മീനുവിനോട് ചിരിച്ചുകൊണ്ട് തന്നെയാണ് അതും പറഞ്ഞത്. താൻ പറഞ്ഞത് ശരിയാ. എനിക്ക് പഠിപ്പും ജോലിയുടെ ബുദ്ധിമുട്ടും അതൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ കാണുന്ന കുറച്ച് വാർത്തകളിൽ നിന്നാണ് മനസ്സിലാവുന്നത്. നമുക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അല്ല, താൻ ഈ ജോലിയിൽ ഓക്കെ ആണോ? തനിക്ക് ഈ ജോലി ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, ഒരു നാണക്കേടും തോന്നുന്നില്ല? മീനു ജയോട് ചോദിച്ചു. എന്ത് നാണക്കേട്? എൻ്റെ കുടുംബം നിലനിന്ന് പോകുന്നത് ഈ ഒരൊറ്റ ജോലിയുള്ളതുകൊണ്ടാണ്. വീട്ടിൽ പട്ടിണിയില്ലാതെ ജീവിക്കണ്ടേ? അതുമാത്രം മതിയോ? എന്തൊക്കെ ബാധ്യതകളാണ്. ഹോസ്പിറ്റൽ ചിലവ് വേറെ. ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു ജോലിയുള്ളതുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുറ്റിക്കാൻ ഈ സാധാരണക്കാർ പെടുന്നൊരു പെടാപ്പാടുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. പഠിച്ച ജോലിക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ എവിടെയും എത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് കിട്ടുന്ന ജോലി കഷ്ടപ്പെട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് ചെയ്തു തുടങ്ങിയത്. പഠിച്ച ജോലിയേക്കാളും സാലറി ഉണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. വേണ്ടത് ശമ്പളമല്ലേ, ജോലി ഏതാണെന്ന് ആര് നോക്കുന്നു? പണം ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല, പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റൽ കേസ് ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. അതൊന്ന് ശരിയാക്കണമെങ്കിൽ അത്യാവശ്യം സേവിങ്സ് വേണം. അല്ല, രാവിലെ തന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? താൻ എന്തിനാ ഇപ്പം എന്നെ ഇവിടെ കാത്തു നിന്നേ? അത് പറ. തനിക്കെന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ? താൻ പറ. തനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോടോ, ഞാൻ കേൾക്കാം. മീനു പറഞ്ഞു. അല്ല, നമ്മൾ തമ്മിൽ ഇതുവരെ പരസ്പരമുള്ളൊരു സംസാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് എന്നെക്കുറിച്ച് തനിക്കോ തന്നെക്കുറിച്ച് എനിക്കോ ഒന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടല്ലോ. നമുക്ക് പരസ്പരം മനസ്സിലാക്കി പോവാം, അതല്ലേ വേണ്ടേ? അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം താൻ അറിയുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതം, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുറ്റിക്കാൻ ഇങ്ങനെ പെടാപാടുവിടുക, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പെട്ടെന്ന് പൈസയുടെ ആവശ്യം വരുമ്പോൾ രാത്രി ഉറക്കമൊഞ്ഞ് ഏതെങ്കിലും ഒരു ജോലിക്ക് പോവാം. ഇപ്പോൾ ഉള്ള ജീവിതം ഇങ്ങനെ തന്നെയാണ്. തനിക്ക് പൈസ വല്ലതും വേണോ? മീനു ജയോട് ചോദിച്ചു.
അയ്യോ വേണ്ടായേ, എനിക്ക് ആരോടും കടം വാങ്ങുന്ന ശീലമില്ല. അല്ല, ഇത് കടമായിട്ടല്ലല്ലോ, താനെൻ്റെ ഭർത്താവല്ലേ. അതെന്താ, ഭർത്താവായ അത് കടമല്ല? അങ്ങനെയുണ്ടോ? അം, അല്ല, ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പരസ്പരം വാങ്ങലും കൊടുക്കലൊക്കെ ഉള്ളതല്ലേ, അതെങ്ങനെയാ കടാവുക? എന്തൊക്കെയായാലും വേറൊരാളുടെ പൈസയല്ലേ, അപ്പോൾ അത് കടമാണ്. അത് പിന്നെ ഏത് ബന്ധത്തിൻ്റെ കഥ പറയുകയാണെങ്കിലും എനിക്കതിനോട് താല്പര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത്. കടം വാങ്ങാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏക ആഗ്രഹം. വേറെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. കടം വാങ്ങാതെ ജീവിച്ച് മരിക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ഗതികേട് അത് വല്ലാത്തൊരവസ്ഥയാണ്. ജീവിതത്തിൽ നല്ല രീതിയിൽ അനുഭവിച്ചൊരവസ്ഥയാണ് അത്. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് താല്പര്യമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മീനുവിന് ജയുടെ വാക്കുകൾക്കപ്പുറം മറ്റെന്ത് പറയണം എന്നറിയാതെയായി. ഏയ് അത് വിട്, എൻ്റെ കാര്യം പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ. അത് വിട്, നമുക്ക് ആ ടോപ്പിക്ക് വേണ്ട. തൻ്റെ കാര്യം പറ, താനെന്താ ബാക്കി പറയാൻ വന്നേ? അല്ല, തന്നെ കേൾക്കാനാ ഇപ്പം എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് തൻ്റെ കാര്യം തന്നെ പറ. എൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ, എൻ്റെ കാര്യം വിട്, തൻ്റെ കാര്യം പറ. എന്തായി, ആ നമ്പറിലേക്ക് വിളിച്ചോ താൻ? അവരോട് സംസാരിച്ചോ? ജയ് മീനുവിനോട് ചോദിച്ചു. അത് ഞാൻ വിളിച്ചായിരുന്നു, സംസാരിച്ചു. ഇനി വിളിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓ, അതൊന്നും കാര്യമില്ല, വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കണം, അത് ഉറപ്പാണ്. നോക്കാം, ഇനി വരില്ലെന്നാ വിശ്വാസം, മീനു പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഇങ്ങനെയൊരു പെണ്ണ് വിളിച്ച് ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ തോന്നുന്നത്? എന്നോട് സത്യമായിട്ട് തന്നെ പറയണേ. പ്രത്യേകിച്ചെന്ത് തോന്നാൻ? ഒന്നും തോന്നുന്നില്ല. ജയ് കൂളായി തന്നെ മറുപടി പറഞ്ഞു. ഒന്നും തോന്നുന്നില്ലേ? ഇല്ല. എന്താ ഇപ്പം തോന്നാനുള്ളേ? അല്ല, ഒരു പെൺകുട്ടി വിളിച്ച് പറയല്ലേ പ്രണയിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ, അപ്പോൾ ഒന്നും തോന്നുന്നില്ല? ഏയ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതിലിപ്പോൾ എന്താ ഉള്ളത്? ആ പെൺകുട്ടി ആരാണെന്നറിയാനുള്ള ഒരാഗ്രഹമെങ്കിലും തോന്നില്ലേ? എന്തിന്? അതിൻ്റെ ആവശ്യം എന്താ? അവൾ ആരായാലും. അങ്ങനെ അങ്ങനെ ഒന്നും തോന്നില്ല? ഇല്ലെന്നേ, അതിലിപ്പോൾ തോന്നാൻ എന്താ ഉള്ളത്? അല്ല, അങ്ങനെ ഒരു താല്പര്യം, ആ പെൺകുട്ടിയെ കാണാനുള്ള ഒരു താല്പര്യം, അങ്ങനെയൊക്കെ എന്തിന്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ തോന്നേണ്ട കാര്യം എന്താ? ഞാൻ ഓൾറെഡി വിവാഹിതനാണല്ലോ, പിന്നെന്തിനാ എനിക്കങ്ങനെയൊക്കെ തോന്നുന്നത്? മീനുവിന് വല്ലാത്തൊരു സന്തോഷം, ഉള്ളിലെവിടെയോ വല്ലാത്തൊരു കുളിർ. അല്ല, താനെന്താ അങ്ങനെ ചോദിച്ചേ? ജയ് മീനുവിനോട് ചോദിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി വിളിച്ച് പറയുമ്പോൾ ആൺപിള്ളേർക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചിക്കട്ടെ? ചോദിച്ചോ. തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയം അതാരോടായിരുന്നു? മീനു ജയോട് ചോദിച്ചു. അതായത് തൻ്റെ ആദ്യത്തെ കാമുകി ആരായിരുന്നു? ആളുടെ പേരെന്താ? മീനു അറിയാനുള്ള ആകാംക്ഷയോടെയുള്ള ആ ചോദ്യം. പ്രണയോ കാമുകിയോ, ഈ പറയുന്ന രണ്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ദേ, കള്ളം പറയല്ലേ, മീനു ജയ്യെ നോക്കി പറഞ്ഞു.
എടാ കള്ളല്ല, സത്യം. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും പ്രണയിച്ചിട്ടില്ല. കാമുകി എന്ന് പറയാൻ എൻ്റെ ലൈഫിൽ ഒരാൾ ഉണ്ടായിട്ടില്ല. കോളേജ് പഠിച്ച നിനക്ക് ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടില്ലെന്ന് ഇത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? ഇത്രയ്ക്കിങ്ങ് വലിയ ആളാവാനൊന്നും പോകണ്ട കേട്ടോ. ഇന്നത്തെ കാലത്ത് പ്രേമിക്കാത്ത ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ് വലിയ ആളാവാൻ നിൽക്കല്ലേ. മീനു ജയോടായി ചോദിച്ചു. അയ്യോ, വലിയ ആളാവാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് സത്യ. എൻ്റെ ജീവിതത്തിൽ പ്രണയം എന്നുള്ളൊരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല. കാമുകി എന്ന് പറയാൻ ഒരാളുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനു മുമ്പ് ആരെയും പ്രണയിച്ചിട്ടില്ല? ഇല്ലെന്നേ. ആ, അതെന്താ? ആരോടും അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല? ഇല്ല. കള്ളം. ആ, കള്ളമല്ല, സത്യം. അത് വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കുടുംബ ബാധ്യത, അത് തന്നെ അതിനുത്തരം. തലയിൽക്കകത്ത് വന്ന ബാധ്യതയായിരുന്നു അതിൻ്റെ ഉത്തരം. കാരണം ഈ പ്രേമിക്കണമെങ്കിൽ അത്യാവശ്യം സമയം വേണ്ടേ? എൻ്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല. സമയമില്ലാത്ത സമയത്ത് വെറുതെ എന്തിനാ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കണം എന്നൊരു ചിന്തയായിരുന്നു. പെങ്ങന്മാരെ കെട്ടിച്ചു വിടണം, അവരെ പഠിപ്പിക്കണം, അവരെ ഒരു ജോലിയിലാക്കി കൊടുക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് എൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ പഠിത്തം എന്നൊക്കെ പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്തൊരു കാര്യം മാത്രമാണ്. അതോടൊപ്പം തന്നെ രാവും പകലും ജോലി എടുത്തിട്ടാണ് കുടുംബം പോറ്റിയത്. കൂടെ പെങ്ങന്മാരും. അവരുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ തലവേദനകളായിരുന്നു. ഏറ്റെടുത്തക്ക അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രേമിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ പ്രണയവും പെണ്ണും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇങ്ങോട്ടാരും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടില്ലേ? മീനു ആകാംക്ഷയോട് കൂടി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്. എന്നിട്ട് ഒന്നും തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു അനുഭവമായിരുന്നില്ല. ഒന്നാമത് 10ാം ക്ലാസ് വരെ ഞാനൊരു പുസ്തകപ്പുഴുവായിരുന്നു. പഠിത്തത്തിൽ മാത്രം ഫോക്കസ്. അപ്പം പിന്നെ അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും വരില്ലല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം മാറി. പിന്നെ ബാധ്യതകളുടെ ഒരു ഭാരം അങ്ങ് ചുമലിൽ വന്നു. പിന്നെ അതിൻ്റെ പുറകെയുള്ള ഒരു ഓട്ടം. പിന്നീട് അങ്ങനെ തോന്നിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞു. അത്രയേ ഉള്ളൂ. ജയ്യുടെ വാക്കുകൾ മീനുവിന് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിലും സന്തോഷത്തോടു കൂടി അവൾ മറ്റൊരു ചോദ്യം ജയ്യോട് ചോദിച്ചു. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് ഞാനാണോ? ആ ചോദ്യത്തിന് അല്പം നാണം അവളിൽ എവിടെയോ ഉണ്ടായിരുന്നു. ആദ്യത്തെ പെണ്ണ് താനാണെന്നോ? അങ്ങനെ ചോദിച്ചാൽ അല്ലല്ലോ. അവളൊന്ന് നെട്ടി. അല്ല, താനല്ലേ പറഞ്ഞേ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടില്ലെന്ന്? പ്രേമിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പെണ്ണില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് അമ്മ പെങ്ങന്മാർ ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പെണ്ണുങ്ങൾ തന്നെയല്ലേ? അയ്യോ, അതല്ല. അവരൊക്കെ താനുമായിട്ട് രക്തബന്ധമുള്ളവരല്ലേ? അതുപോലെയല്ലല്ലോ ഞാൻ. അതാ ഞാൻ ചോദിച്ചത്. ഓ, അങ്ങനെ അങ്ങനെ നോക്കിയാ ശരിയാ. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് താനാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീനുവിന് എന്തെന്നറിയാത്ത സന്തോഷം, ആരോടോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരാവേശം. അവളുടെ മുഖം വല്ലാണ്ടങ്ങ് ഉദിച്ചതുപോലെ അവന് തോന്നി. അല്ല, എന്തുപറ്റി? അവളുടെ മുഖത്ത് വിരിഞ്ഞു നിൽക്കുന്ന ആ സന്തോഷം കണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല.
ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്തിന്? അവൾ സന്തോഷിച്ചതിൻ്റെ കാരണമറിയാതെ അവൻ ചോദിച്ചു. അല്ല, തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് ഞാനാണെന്നറിഞ്ഞതുകൊണ്ട് അതിലിപ്പോൾ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? ഒരാളുടെ ലൈഫിലെ ആദ്യത്തെ വ്യക്തി നമ്മളാണെന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അങ്ങനെയൊക്കെ തോന്നുമോ? ജയ് അറിയാതെ ചോദിച്ചു. പിന്നെ വല്ലാണ്ടൊരു സന്തോഷം തോന്നും. എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷമുണ്ട്. താൻ വല്ലാത്തൊരു സ്വഭാവക്കാരി തന്നെ കേട്ടോ. തന്നെ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതവൾക്ക് മനസ്സിലായില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ്? അല്ല, ഈ മനുഷ്യന്മാർ സന്തോഷിക്കുന്ന കാര്യത്തിൽ താൻ സന്തോഷിക്കാറില്ല. അതേപോലെ മനുഷ്യന്മാർ സങ്കടപ്പെടുന്ന കാര്യത്തിൽ താൻ സങ്കടപ്പെടാറുമില്ല. ഒരു വ്യത്യസ്ത സ്വഭാവമാണ് തനിക്ക്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഇത്രയ്ക്ക് സന്തോഷിക്കാൻ എന്താ ഉള്ളത്? അതേപോലെ തൻ്റെ മുഖം വാടുന്നതും താൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നൊക്കെ ചെറിയ ചെറിയ കാര്യത്തിനാണ്. ഒരു പ്രത്യേക സ്വഭാവം അതാ താൻ. അവളെക്കുറിച്ച് മനസ്സിലാവാതെ അവൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊക്കെയാ താൻ. അതാ ഞാൻ പറഞ്ഞേ, താനൊരു പ്രത്യേക സ്വഭാവമാണെന്ന്. അന്ന് തന്നെ ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് തൻ്റെ മുഖം വാടിയത്. അതിലിപ്പം മുഖം വാടാൻ എന്തായിരുന്നു? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ദേഷ്യം വരുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ കാര്യം മതി തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരു വല്ലാത്തൊരു സ്വഭാവം താൻ. അവൻ വീണ്ടും അവളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതാ ഞാനും പറഞ്ഞേ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. തന്നെ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ സന്തോഷം പെട്ടെന്ന് അവളുടെ മുഖത്തിൽ നിന്ന് മാഞ്ഞതുപോലെ അവളുടെ മുഖം ചെറുതായിട്ടൊന്ന് വാടിത്തുടങ്ങിയോ എന്നതുപോലെ അല്ലേ, തൻ്റെ മുഖം വാടി. ആ സന്തോഷം മറഞ്ഞു. ഇതാണ് താൻ. എല്ലാം പെട്ടെന്നാണ് തനിക്ക്. ജയ് മീനുവിൻ്റെ മുഖം നോക്കി പറഞ്ഞു. മതി, കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മീനു ചോദിച്ചു. അയ്യോ, ഞാനൊരു സത്യം പറഞ്ഞതല്ലേ, അതിന് ഇത്രയ്ക്ക് മൂഡ് ഓഫ് ആവേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല, ഒന്ന് പോയേ. അല്ല, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ, സമയമായി. ജയ് മീനുവിനോട് ചോദിച്ചു. ഹാപ്പി ആക്കിയതും താനാണ്, മൂഡ് ഓഫ് ആക്കിയതും താനാണ്. രണ്ടും ചെയ്തിട്ടല്ലേ പോകുന്നത്? മീനു ചോദിച്ചു. അയ്യോ, ഇതിപ്പോൾ എൻ്റെ തലയിലായോ രണ്ടും കൂടി? പിന്നെ അല്ലാണ്ട്. രാവിലെ തന്നെ ഇവിടെ വന്ന് എന്നെ കാത്തിരുന്ന് എൻ്റെ വാലിരിക്കുന്നത് കേട്ടത് താനല്ലേ, എൻ്റെ കുറ്റമല്ലല്ലോ അത്. എന്തായാലും ശരി, ഞാൻ പോവുകയാണ്. കൂടുതലൊന്നും പറഞ്ഞു നിന്നാൽ സമയം പോകുന്ന അറിയില്ല. അപ്പോഴേക്കും അവിടെ ലേറ്റാവും. ഓക്കെ? ആ പിന്നെ ഒരു കാര്യം. ആ എന്താ? എന്താണെന്നറിയില്ല, താനെല്ലാം എന്നോട് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, തന്നോട് എന്തൊക്കെയോ എനിക്കും പറയാൻ തോന്നി. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ആരോടും പറയുന്ന കൂട്ടത്തിലല്ല. പ്രത്യേകിച്ച് നമ്മുടെ ദാരിദ്ര്യ കഥയൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. രാവിലെ തന്നെ താൻ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ വായിൽ വന്നുപോയി. തനിക്ക് ബോറടിച്ചില്ലല്ലോ അല്ലേ? ഏയ്, ഒരു ബോറടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, തന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് തന്നെ അറിയണം എന്നാഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ അങ്ങ് പോവാം അല്ലേ? എന്നാൽ ശരി, ബൈ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. ജയ്യുടെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണ് താനാണെന്നറിഞ്ഞതിൻ്റെ മീനുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ ആവാത്തതായിരുന്നു. ആ സന്തോഷം എത്ര നാളുണ്ടാവും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കഥയറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.